പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രാർത്ഥന ചൊല്ലുന്നവർക്കൊക്കെ സമാധാനം ലഭിക്കും. വലിയ സന്തോഷത്തോടുകൂടെ ഇങ്ങനെ പ്രയാസങ്ങളൊഴിഞ്ഞ മനസ്സോടുകൂടെ ജീവിക്കാൻ പറ്റും. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനമാണ് 57-ാമത്തെ സങ്കീർത്തനം. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുമ്പോൾ ജീവിതം മുഴുവൻ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ കർത്താവിനോടൊന്ന് അപേക്ഷിക്കണം. കർത്താവിനോട് കൃപ തോന്നണമേ. മനസ്സ് നിറച്ച് ഭാരവുമായിട്ട് ജീവിക്കുന്ന ഈ നിമിഷങ്ങളിൽ, പ്രയാസങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ ഒരു പ്രാർത്ഥനയൊന്ന് ചൊല്ലി നോക്ക്. കർത്താവെ, എന്നോട് കൃപയുണ്ടാകണമേ, എന്നോട് കൃപ തോന്നണമേ. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ കൃപയാണ് എല്ലാറ്റിലും പ്രധാനം. കർത്താവിൻ്റെ കൃപയാണ്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമല്ല. നമ്മൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള സകലവിധ പരിശ്രമങ്ങളും നമ്മൾ നടത്താറുണ്ട്. പക്ഷെ കർത്താവെ, അങ്ങയുടെ കൃപയില്ലെങ്കിൽ അതൊന്നും ഫലവത്താവില്ല എന്നും വിജയത്തിലെത്തില്ല എന്നും അറിഞ്ഞുകൊണ്ട് തന്നെ ബോധ്യത്തോടുകൂടെ അവിടുത്തെ തിരുപ്പാദത്തിങ്കൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് എന്നോട് കൃപയുണ്ടാകണമേ. കർത്താവെ, എന്നോട് കൃപ തോന്നണമേ. ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട ചില പ്രാർത്ഥനകൾ എന്തൊക്കെയാണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തി തരും. ഒന്നാമത്തെ വായനയും സുവിശേഷവും. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ വിൻസെൻ്റ് പലോട്ടിയുടെ ജീവിതമൊക്കെ കർത്താവിൻ്റെ തിരുമുൻപിൽ ഇങ്ങനെ ജീവിതം മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ എന്താണെന്ന് വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരും. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അക്കാലത്ത് യേശു ഒരു മലമുകളിലേക്ക് കയറി തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്തേക്ക് വിളിച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയുടെ ബേസ്. കർത്താവെ, അങ്ങേക്ക് ഇഷ്ടമുള്ളവരായി തീരാൻ ഞങ്ങളോട് കൃപയുണ്ടാകണമേ. അതിനുവേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് അങ്ങേക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഒരുക്കട്ടെ. കർത്താവിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതുപോലെ പുതുവീഞ്ഞാകുന്ന ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ ഒരുക്കാൻ കർത്താവ് അങ്ങേക്ക് ഇഷ്ടമുള്ളവരായി മാറാൻ. അതിനു മുന്നേ ദിവസങ്ങളിൽ നമ്മൾ വചനത്തിൽ ധ്യാനിച്ചു, ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചിരിക്കുന്നു. ഇങ്ങനെ അങ്ങ് പ്രസാദിക്കുന്ന മനുഷ്യരായി, അങ്ങേക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കുന്നവരായി മുന്നോട്ട് പോകാൻ കർത്താവെ ഞങ്ങളോട് കൃപ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിന് ഇഷ്ടമുള്ളവരായി മാറാനുള്ള വഴികൾ ഇന്നത്തെ ഒന്നാമത്തെ വായന അതിലൊന്ന് നമ്മളോട് പറഞ്ഞു തരും. ദാവീദിൻ്റെ മുൻപിൽ സാവൂള് ഇങ്ങനെ കിടന്നുറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഗുഹയ്ക്കുള്ളിൽ തന്നെ തേടി നടക്കുന്ന തൻ്റെ ശത്രുവായിട്ടുള്ള സാവൂൾ രാജാവ് കിടക്കാണ്. ചുറ്റുമുള്ളവര് ദാവീദിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിനക്കിഷ്ടമുള്ളത് നിനക്ക് അവനോട് ചെയ്യാമെന്ന് കർത്താവ് അങ്ങയോട് കൽപ്പിച്ച ആ ദിവസം ഇതാ വന്നിരിക്കുന്നു, ആളുടെ തലയർത്ത് മാറ്റുക, കൊന്നുകളഞ്ഞേക്കാനാണ് പറയണേ രാജാവിനെ. കാരണം വേട്ടയാടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഒരുപാടായി, 10-15 വർഷങ്ങളായിട്ട് ഓട്ടമാണ്. അത്രയും വേദനിപ്പിക്കുന്ന, അത്രയും പ്രയാസപ്പെടുത്തുകയും തകർക്കാനായിട്ട് പിന്നാലെ നടക്കുകയും ചെയ്യുന്ന ഒരാള് തൻ്റെ മുൻപിൽ ഇങ്ങനെ ഉറങ്ങിക്കിടക്കാണ്. ഒറ്റ വെട്ടിന് കൊന്നുകളയാം. കൂടെ സഹചരന്മാരൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും അനുകൂലമാണ് ദാവീദിന്. എന്നിട്ടും ദാവീദ് ചെയ്യുന്നത് ഇപ്രകാരമാണ്. അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം, ഒരു മൂല ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അവനെ തുടരുത്, കാരണം അവൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. അവൻ ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്. എന്നാൽ ഞാൻ വെറുതെ വിട്ടു എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഈ മേലങ്കിയുടെ ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്തിട്ട് മാറി നിന്ന് ദാവീദ് സാവൂളിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കൊല്ലാമായിരുന്നു, പക്ഷെ അങ്ങ് ദൈവത്തിൻ്റെ അഭിഷിക്തനാണല്ലോ. ഇങ്ങനെ ഒരാളെ എങ്ങനെയാണ് കർത്താവിന് സ്നേഹിക്കാതിരിക്കാനാവുക? സ്വന്തം ശത്രു മുന്നിൽ കിടന്നിട്ട് പോലും കൊല്ലാതെ അവൻ തൻ്റെ അഭിഷിക്തനാണെന്ന് പറഞ്ഞ് ഇങ്ങനെ സ്പെയർ ചെയ്യുന്ന ഒരാളെ കർത്താവിനെ സ്നേഹിക്കാതിരിക്കാനാവില്ല, കർത്താവിനെ ചേർത്ത് പിടിക്കാതിരിക്കാനാവില്ല. അതുകൊണ്ടാണ് വചനം പറയണത്, സാവൂള് തന്നെ ദാവീദിനെ അനുഗ്രഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇന്നു നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ, നീ തീർച്ചയായും രാജാവാകുമെന്നും ഇസ്രായേലിൻ്റെ രാജ്യത്വം നിന്നിൽ സ്ഥിരപ്പെടുമെന്നും എനിക്കറിയാം. അതാണ് വാഗ്ദാനം. ഒരു പ്രവചനം എന്ന കണക്ക് സാവൂൾ രാജാവ് തന്നെ, ആരാണോ ദാവീദിനെ രാജാവാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേട്ടയാടുന്നത്, അതേ ആള് പറയാണ്, നീ എനിക്ക് ചെയ്ത ഈ നന്മ നിന്നിൽ ഇസ്രായേലിൻ്റെ രാജ്യത്വം ഇങ്ങനെ സ്ഥിരമാക്കി തരുമെന്ന്. കർത്താവിനെ പ്രീതിപ്പെടുത്തുന്ന വിധത്തിൽ ഇതുപോലെയൊന്ന് ജീവിക്കാനായിട്ട്
നിന്റെ അഭിഷിക്തനെ ഞാൻ തൊടില്ല എന്ന് പറയുമ്പോൾ അച്ഛന്മാരെ മാത്രമൊന്നുമല്ല, എല്ലാവരും മാമോദീസായിലൂടെ അഭിഷേകം ചെയ്യപ്പെട്ടവരാണെങ്കിൽ ഇങ്ങനെ കർത്താവെ ഒരാളെയും വേദനിപ്പിക്കാത്ത വിധത്തിൽ, ശത്രുക്കളാണെങ്കിൽ പോലും, എന്നോട് ശത്രുത കാണിക്കുകയും എന്നെ വേദനിപ്പിക്കുന്നവരാണെങ്കിൽ പോലും അങ്ങയുടെ അഭിഷിക്തനാണെന്ന നിലയിൽ അവരോട് സ്പെയർ ചെയ്യാനൊക്കെ വേണ്ട അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കർത്താവെ കൃപ തോന്നണേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് വിശുദ്ധ വിൻസെന്റ് പലോട്ടിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. പലോട്ടൈൻ സഭ ഇന്ന് ലോകമാസകലമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെ ദൈവവചനം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഒരുപാട് കർത്താവിനെ പറ്റി പ്രഘോഷിക്കാനായിട്ട് ഓടി നടന്ന തൻ്റെ അറിവ് മുഴുവൻ, കഴിവ് മുഴുവൻ അതിനുവേണ്ടി വിനിയോഗിച്ചൊരു മനുഷ്യൻ. പക്ഷേ അതേപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരസ്നേഹ പ്രവർത്തനങ്ങൾ. കോളറ പിടിപെട്ട കാലത്ത് സ്വന്തം ജീവിതം പോലും വകവയ്ക്കാതെ അദ്ദേഹം ഈ കോളറ കാലത്തെ രോഗികളായ മനുഷ്യരെ സുഖപ്പെടുത്താനായി, അവരെ ശുശ്രൂഷിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നൊരു കാഴ്ചയുണ്ട്. കർത്താവ് എങ്ങനെ പ്രീതിപ്പെടാതിരിക്കും ഇങ്ങനെ ഒരാളിലെ? കർത്താവെ, അങ്ങേക്ക് ഇഷ്ടമുള്ളവരായി ജീവിക്കാൻ ഞങ്ങളുടെ മുൻപിൽ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നിരക്കുമ്പോൾ ഞങ്ങൾ ഇനിയും അങ്ങയെ പ്രീതിപ്പെടുത്തുന്നൊരു ഒരു കാൽച്ചുവട് പോലും വെച്ച് തുടങ്ങിയിട്ടില്ലല്ലോ എന്നുള്ള സങ്കടത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഈ നിലവിളി. എന്നോട് കൃപയുണ്ടാകണമേ കർത്താവെ, എന്നോട് കൃപ തോന്നണമേ. ആ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കാരണം നമുക്കറിയാം നമ്മുടെ ജീവിതം ഇങ്ങനെ പ്രയാസപ്പെടുകയും ഭാരം നിറയുകയൊക്കെ ചെയ്യുന്നത് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാതാവുമ്പോഴാണ്. നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ പദ്ധതികൾക്കും അനുസരിച്ച് കാര്യങ്ങളിങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ നോക്കുമ്പോഴാണ് ഉള്ളു നിറച്ച് ഭാരം നിറയുന്നത്. ആ സമയത്ത് താഴ്മയോടുകൂടെ ജീവിതം മുഴുവൻ, ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ മുഴുവൻ, പദ്ധതികൾ മുഴുവൻ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടെ പ്രാർത്ഥിക്കാം. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപ തോന്നണമേ. ആ കൃപയ്ക്ക് വേണ്ടി, അവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ അപേക്ഷകളുടെയും നിരന്തരമായ പ്രാർത്ഥനകളുടെയും മുകളിലായി സ്വർഗത്തിൻ്റെ സ്വരമുയരുന്നു. നിനക്ക് എൻ്റെ കൃപ മതി, നിനക്കെൻ്റെ കൃപ മതി. മതി കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയുടെ കൃപ മതി. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് താഴ്മയോടുകൂടെ, വലിയ ആഗ്രഹത്തോടുകൂടെ കർത്താവെ കൃപയുണ്ടാകണമേ എന്ന്, കൃപയൊഴുക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യ കാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ.